കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം ഇപ്പോൾ ചെറിയ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചു. അതുപോലെ തന്നെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഫണ്ടിന്റെ അപര്യാപ്തത പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെ നന്നായി ബാധിക്കുന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇപ്പോൾ പറയുന്നത്. അത് ഭരണമാറ്റത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് എന്നും പ്രസിഡന്റുമാർ പറയുന്നു. ഏതായാലും ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പദ്ധതികളെ ഈ പ്ലാൻ ഫണ്ടിലെ വെട്ടിക്കുറച്ചതുകൊണ്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് പഞ്ചായത്തുകളുടെ നിലവിലെ ഒരു പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമായി വരുന്നത്. തനത് വരുമാനത്തെ ആശ്രയിച്ചുകൊണ്ട് എത്രമാത്രം പഞ്ചായത്തുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതും ഒരു വലിയ വിഷയമായി, ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് പായം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാറാണ്. അദ്ദേഹം തന്നെ ഈ പായം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടും പൊതുവെ പഞ്ചായത്തുകളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പറയുകയാണ്. പ്രസിഡന്റ് നമസ്കാരം. ഈ പ്ലാൻ ഫണ്ട് ഉൾപ്പെടെ വെട്ടിക്കുറച്ചു എന്ന് പറയുന്നു, പഞ്ചായത്തുകളുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ബാധിച്ചു എന്നും പ്രസിഡന്റുമാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ഒരു നിലവിലെ അവസ്ഥ? എന്താണ് കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെയാണ് നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ പഞ്ചായത്തുകൾ അവരുടെ പദ്ധതികൾ തയ്യാറാക്കി DPCയുടെ അംഗീകാരം വാങ്ങിയിരുന്നു. എന്നാൽ പുതിയ ഗവൺമെൻറ് വന്നു, ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ബഡ്ജറ്റ് അലോക്കേഷനിൽ വലിയ ഭീമമായിട്ടുള്ള കുറവാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പഞ്ചായത്തുകൾക്ക് മുമ്പ് അംഗീകരിച്ച DPC അംഗീകരിച്ച പദ്ധതി പ്രകാരം മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. വീണ്ടും പദ്ധതി പുതുക്കി DPCക്ക് സമർപ്പിക്കാനുള്ള ചുമതലയാണ്, അതിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ പഞ്ചായത്തുകളാകെ ഏറ്റെടുത്തിട്ടുള്ളത്. ജൂലൈ 31 ഇത്തരത്തിലുള്ള പുതുക്കിയ പദ്ധതികൾ അംഗീകാരത്തിന് സമർപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഭീമമായിട്ടുള്ള കുറവുണ്ടായതിൻ്റെ ഭാഗമായി മുമ്പ് അംഗീകരിച്ച പദ്ധതികളാകെ വെട്ടിച്ചുരുക്കേണ്ട അവസ്ഥയിലാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പായം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്ലാൻ ജനറലിൽ 1,55,06,000 രൂപയുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പട്ടികജാതി വികസന ഫണ്ടുമായി ബന്ധപ്പെട്ട് 42 ലക്ഷത്തി ചില്ലുവാനം എമൗണ്ടിലെ കുറവാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പട്ടിക വർഗ വിഭാഗത്തിൽ 27 ലക്ഷത്തിൻ്റെ കുറവാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ആളുകളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന ലൈഫ് ഭവന പദ്ധതി വലിയ നിലയിൽ അവതാളത്തിലാകാനുള്ള സ്ഥിതിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പായം ഗ്രാമപഞ്ചായത്തിൽ 120ഓളം വീടുകളുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലക്ക്, ആദ്യ ഗഡു എന്നുള്ള നിലക്ക് 40,000 രൂപ വെച്ച് ആദ്യ ഗഡു എല്ലാവർക്കും വിതരണം ചെയ്തു. അതിൻ്റെ ഭാഗമായി അവർ തറകെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടം കൊടുക്കണമെങ്കിൽ ഈ ഫണ്ട് അലോക്കേഷൻ വന്നാൽ മാത്രമേ കൊടുക്കാൻ വേണ്ടി സാധിക്കൂ. പായം ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ ഹഡ്കോ കുറച്ച് വായ്പ എടുത്തു വെച്ചതുകൊണ്ട് ഇവർക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇനിയുള്ള ആളുകൾക്ക് എഗ്രിമെൻറ്റ് വെക്കാനോ നിലവിലുള്ള ലിസ്റ്റ് പ്രകാരം ആളുകൾക്ക് ഈ ലൈഫ് ഭവന പദ്ധതിയിൽ എഗ്രിമെന്റ് വെക്കാനോ വീട് നൽകാനോ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് ഈ ഒരു ഭരണമാറ്റത്തിന്റെ പ്രശ്നമാണോ, നയങ്ങളിൽ വരുന്ന വ്യത്യാസത്തിന്റെ വിഷയമാണോ, അതല്ല ഇപ്പോൾ മറ്റെന്തെങ്കിലും വിഷയം, ഇപ്പോൾ ധനകാര്യ സ്ഥിതിയുടെ ആ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കുമോ സർക്കാർ ഈ ഒരു നിലപാട് എടുക്കുന്നുണ്ടാവുക? എന്താണ് പ്രസിഡന്റ് നിലയിൽ അതിനെക്കുറിച്ച് കൂടുതൽ പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? നിലവിൽ പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള നയമാറ്റം ലൈഫ് ഭവന പദ്ധതിയിൽ, അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള മിഷനുകളിൽ ഈ പുതിയ ഗവൺമെൻറ് ഒരു പുറകോട്ട് പോക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റുകളും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണസമിതികളുടെ തുടർച്ചയാണ്. ആ നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കാണാതെ രാഷ്ട്രീയമായിട്ട് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചാൽ ഇതെല്ലാം ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ്. പഞ്ചായത്ത് ഭരണസമിതികളിൽ രാഷ്ട്രീയമില്ലാതെ ഭരണസമിതി ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ ഈ പ്രാദേശിക വികസനത്തെ കാണുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പദ്ധതികളിലാകെ ഭീമമായ കുറവുണ്ടായാൽ പ്രാദേശികമായി റോഡുകളുടെ മെയിൻ്റനൻസ്, അതുപോലെ ലൈഫ് ഭവന പദ്ധതികൾ, ഇത്തരത്തിലുള്ള അടിസ്ഥാന മേഖല വികസനങ്ങളാകെ തകരാറിലാവുകയാണ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് പലപ്പോഴും നിങ്ങൾക്ക് നേരിട്ടും സംസാരിക്കേണ്ട ഒരു അവസരങ്ങൾ വരുമല്ലോ. എന്തായാലും ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെടേണ്ടി വരും. അങ്ങനെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഫണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ആ വകുപ്പുകളുടെ മേധാവികൾ പറയുന്നൊരു വിശദീകരണം എന്താണ്? ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രിയായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഒരു യോഗത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്. പിന്നീട് സമയം വരുന്നേ ഉള്ളൂ, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല.
വന്നാലിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ന് പറയുന്നത് തൽക്കാലം ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതിയ വീടുകൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ള വാക്കാലുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാർ പൊതുവിൽ നിർദ്ദേശം ലഭിക്കാത്ത സാഹചര്യത്തിൽ അവർ മറ്റു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഭരണസമിതി തീരുമാനം എടുത്താലും ഉദ്യോഗസ്ഥന്മാരുടെ മേലുദ്യോഗസ്ഥന്മാരുടെ അനുമതി കിട്ടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ ഒന്നും ചെയ്യാത്ത നിലയാണുള്ളത്. തീർച്ചയായും ഇതിപ്പോൾ എല്ലാ പഞ്ചായത്തുകൾക്കും ബാധകമാകുന്ന ഒരു വിഷയമാണ് പ്രസിഡന്റ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ ദൈനംദിന ചെലവുകളുണ്ട്. ഒന്ന് ഓഫീസ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചെലവുണ്ട്, അതുപോലെ തന്നെ മറ്റു മെയിൻ്റനൻസ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം അടിസ്ഥാനപരമായി തനത് വരുമാനം കൂടി ഉയർന്നു വരുന്നില്ലെങ്കിൽ ഇതൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഇത് എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുറേയേറെ പഞ്ചായത്തുകളിൽ തനത് വരുമാനം ഒട്ടുമില്ലാത്ത പഞ്ചായത്തുകൾ, അവിടെ നല്ല നിലയിൽ ജീവനക്കാർ ശമ്പളം കൊടുക്കാനുള്ള പ്രതിസന്ധി പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു മാറ്റം ഗവൺമെൻറ്റുകളെല്ലാം തുടർച്ചയാണ്. മുൻ ഗവൺമെൻറ് തുടങ്ങി വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ധനസഹായം വെട്ടിക്കുറക്കാതെ, ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട 1500 കോടി രൂപയുടെ പ്രവൃത്തിയാണ് മുൻ ഗവൺമെൻറ് അനുവദിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ അത് കാണുന്നേയില്ല. അങ്ങനെയുള്ള ബോധപൂർവമാകാനുള്ള സാധ്യതയില്ല. ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ പഞ്ചായത്തുകൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ. ആ നിലയിലുള്ള സഹായം തന്നെയാണ് ഗ്രാമപഞ്ചായത്തുകൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം ഗവൺമെൻറ് അറിയിക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പായം പഞ്ചായത്തിന്റെ മാത്രം കാര്യം എടുത്താൽ ഇത്ര കോടി രൂപയുടെ പദ്ധതികൾ എന്താ പറയുക മുടങ്ങിക്കിടക്കുകയാണ് ഈ പ്ലാൻ ഫണ്ടിലെ കുറവുകൊണ്ട്. സ്പെസിഫിക്കായി ഏതൊക്കെ ഇപ്പോൾ പായത്തെ പഞ്ചായത്തിൽ ഏതൊക്കെ പദ്ധതി നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്ന ഏതൊക്കെ പദ്ധതിയാണ് ഇപ്പോൾ ഈ ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ട് മുടങ്ങിക്കിടക്കുന്നത് എന്ന് ഒന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായും പഞ്ചായത്തിനകത്തെ റോഡുകളുടെ മെയിൻ്റനൻസ് അത് പൂർണ്ണമായി വെട്ടിക്കുറക്കേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ വെച്ച ഒരു വാർഡിനകത്ത് 10-15 റോഡുകളാണ് ആകെ തകർന്നു കിടക്കുന്നത്. ആ റോഡുകളിൽ 2-3 റോഡുകളെങ്കിലും നന്നാക്കി എടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുൻ പദ്ധതി വെച്ചത്. ആ പദ്ധതിയെല്ലാം വെട്ടിച്ചുരുക്കി 1-2 ചില റോഡുകൾ മാത്രം തിരഞ്ഞ് എടുക്കേണ്ട സാഹചര്യമാണുള്ളത്. അതിനാവശ്യമായിട്ടുള്ള ഫണ്ടേ ഉള്ളൂ. റോഡ് മെയിൻ്റനൻസിന് ആകെ വെച്ച പദ്ധതിയിൽ 1 കോടി രൂപയുടെ കുറവാണ് പഞ്ചായത്തുകൾ. ആകെയുള്ളത് വളരെ പരിമിതമായിട്ടുള്ള ഫണ്ടാണ്. അത് തന്നെ അത് നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ, വ്യക്തിഗതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുന്ന ഒട്ടേറെ പദ്ധതികൾ അതെല്ലാം വെട്ടിച്ചുരുക്കേണ്ടി വന്നിരിക്കും. ഇതാണ് പായം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറയുന്നത്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളെയും ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായി ജനങ്ങളുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമതയോടുകൂടി അടിസ്ഥാനപരമായി നടപ്പിലാക്കേണ്ട പ്രാദേശിക ഭരണകൂടങ്ങളാണ് ഗ്രാമപഞ്ചായത്തുകൾ. അവയുടെ പ്രവർത്തനത്തിന് സർക്കാർ തലത്തിൽ ലഭ്യമാകുന്ന പ്ലാൻ ഫണ്ടിൽ വലിയ കുറവ് വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ വികസന പ്രവർത്തനങ്ങളെ, ക്ഷേമ പദ്ധതികളെ ഉൾപ്പെടെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് പരിഹരിക്കാൻ സർക്കാർ അത് തയ്യാറാകണമെന്നാണ് പ്രസിഡന്റുമാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. അങ്ങനെ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ പറയുന്ന നിലയിലുള്ള വികസന പദ്ധതികളുടെ, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഒക്കെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ് പ്രസിഡന്റുമാർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഭരണമാറ്റത്തിന് ശേഷം ഏതെങ്കിലും നയവ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ നിലയിലുള്ള ഒരു ആലോചന വരുന്നത്? അതല്ല, മറ്റേതെങ്കിലും തരത്തിൽ ഈ പ്ലാൻ ഫണ്ട് പദ്ധതികളുടെ രൂപമാറ്റത്തിലൂടെ എങ്കിലും പഞ്ചായത്തുകൾക്ക് ലഭ്യമാകുമോ എന്നുള്ള ഒരു അന്വേഷണവും തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ ഭാഗമായി നടക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം എന്ന് പറയുന്നത്. അഫ്ലഹിനോടൊപ്പം ഷിജിത്ത്, ഏജന്റ് ന്യൂസ്.